നല്ല തണുപ്പാണ് ഇവിടെ. അപ്പം ഞാനിതിന് തലയിലൊരു ബനിയൻ ഇട്ട് കെട്ടിയേക്കോ. നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. എനിക്കിത് വെള്ളം വെച്ചിട്ടുണ്ട്. അമ്മ ഹെൽപ്പിന് ഉണ്ടായിരുന്നു. അമ്മ നാത്തൂൻ്റെ അടുത്ത് പോയി. നാത്തൂന് ചെറിയൊരു എന്താ പറയുക അസുഖം വന്നു. അപ്പം അവിടേക്ക് പോയി. കഴിഞ്ഞിട്ട് വരും 6 ദിവസം. ചെറിയ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു നാത്തൂന്. നമുക്ക് ചോറ് വയ്ക്കാം. രാവിലെ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി. പിന്നെന്താ കട്ടൻ ചായയും കട്ടൻ കാപ്പി അത്രയേ ഉള്ളൂ. ഇന്നിനി അടുക്കള ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മാറുന്നില്ല, എന്താ ചെയ്യാ. ശരിക്കും പറയും 30 ദിവസമായി വാട്ടർ ഹൗസ് കെട്ടിപ്പോയി. എന്നിട്ടൊന്നും മാറുന്നില്ല. ആന്റിബയോട്ടിക്കൊക്കെ കഴിച്ചു, എന്താ ക്ഷമ മാറുന്നില്ല. രാത്രിയാകുമ്പോൾ കൂടുതലാ. ഇപ്പോ ആയുർവേദം കഴിക്കുന്നുണ്ട്, അലോപ്പതി കഴിക്കുന്നുണ്ട്, എല്ലാ മരുന്നും കഴിക്കുക. അതെവിടേക്ക് പോയി തട്ടുന്നു. പാത്രയുടെ ശബ്ദം നോക്കിന്. രണ്ട് പട്ടിക്കുട്ടന്മാരുണ്ട്, അവർക്ക് കൊടുക്കണം ഭക്ഷണം. പിന്നെ ഞങ്ങളുണ്ട്. ആദ്യമൊക്കെ പച്ചക്കറി ആണെങ്കിലും കഴിക്കുമായിരുന്നു അവര്. ഇപ്പൊ മീനോ ചിക്കനോ കാലോ ഇല്ലാതെ അവര് കഴിക്കില്ല. എന്താ ചെയ്യാ. കാര്യം ഓക്കെ. പഴക്കഞ്ചെറുതാണെന്ന് തോന്നുന്നുണ്ട്. അയ്യോ
തണുപ്പ് കൊണ്ടല്ല. ഇതുണ്ടോ അതെല്ലാം അതിലേക്ക് തന്നു. ഇങ്ങനെ കാര്യം ഭയങ്കര വേദന വരുന്നില്ല. ഒരു സെക്കൻഡ്, 2 സെക്കൻഡ്. പഴക്കമുള്ള മീന താഴെ അടുത്തോട്ടാണ്. അടുത്തോട്ടിലേക്ക് വേസ്റ്റ് വെള്ളം പോകും.
നല്ലോണം എന്താ ചെയ്യാ. നല്ല തണുപ്പാണ് ഇവിടെ. അപ്പം ഞാനിതിന് തലയിലൊരു ബനിയൻ ഇട്ട് കെട്ടി വെക്കുക. നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. അരിക്കിതേ വെള്ളം വെച്ചിട്ടുണ്ട്. അമ്മ ഹെൽപ്പിന് ഉണ്ടായിരുന്നു. അമ്മ നാത്തൂൻ്റെ അടുത്ത് പോയി. നാത്തൂന് ചെറിയൊരു എന്താ പറയാ അസുഖം വന്നു. അവിടേക്ക് പോയി. ചെയ്തിട്ട് വരും 6 ദിവസം. ചെറിയ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു നാത്തൂന്. നമുക്ക് ചോറ് വയ്ക്കാം. രാവിലെ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി. പിന്നെന്താ കട്ടൻ ചായ കട്ടൻ കാപ്പി അത്രയുള്ളൂ. ഒഴിച്ച് കൊടുക്കാം. അരി കഴുകിയിട്ട് ഇങ്ങനെ അടുക്കള ഇത് അതിച്ചിരി ബുദ്ധിമുട്ടാണ്. മാറുന്നില്ല. എന്താ ചെയ്യാ? ഒരു ശരിക്കും പറയും 30 ദിവസമായി വാട്ടർ ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ടൊന്നും മാറുന്നില്ല. ആന്റിബയോട്ടിക്കൊക്കെ കഴിച്ചു. എന്താ സുഖം മാറുന്നില്ല. രാത്രിയാകുമ്പോൾ കൂടുതലാണ്. ഇപ്പോ ആയുർവേദം കഴിക്കുന്നുണ്ട്, അലോപ്പതി കഴിക്കുന്നുണ്ട്, എല്ലാ മരുന്നും കഴിക്കുക. കാലെവിടേക്ക് പോയി തട്ടുന്നു. പാത്രത്തിന്റെ ശബ്ദം മൂക്കിന്
2 പട്ടിക്കുട്ടന്മാരുണ്ട്, അവർക്ക് കൊടുക്കണം. വിഷണം പിന്നെ ഞങ്ങളുണ്ട്. ആദ്യമൊക്കെ പച്ചക്കറി ആണെങ്കിലും കഴിക്കുമായിരുന്നു അവര്. ഇപ്പോൾ മീനോ ചിക്കനോ കാലോ ഇല്ലാതെ അവര് കഴിക്കില്ല. എന്താ ചെയ്യാം? അങ്ങനെ സൂപ്പിന്റെ കാര്യം ഓക്കെ. മീനെ നോക്കാം. പഴക്കം ചെന്നതാണെന്ന് തോന്നുന്നുണ്ട്. അയ്യോ തണുപ്പ് ഇതുണ്ടോ അതെല്ലാം അതിലേക്ക് തന്നു. ഇങ്ങനെ കാര്യം ഭയങ്കര വേദന വരുന്നില്ല. ഒരു സെക്കൻഡ് 2 സെക്കൻഡ്. പഴക്കമുള്ള മീന
നല്ല അടുത്തോട്ടാണ്. അടുത്തോട്ടിലേക്ക് വേസ്റ്റ് വെള്ളം പോകും. ലോങ്ങല്ല എന്താ ചെയ്യാം. ഹലോ, നമ്മള് എന്താ പറയാ, നമ്മളെ ആര് തോപ്പിച്ചാലും നമ്മൾ തോക്കരുത്. ദൈവം തമ്മിലെ തോപ്പിച്ചാലും നമ്മൾ മുന്നേറി നമ്മൾ ജീവിക്കണം. പക്ഷെ എൻ്റെ കാര്യം എനിക്കിടയ്ക്കൊന്ന് വേദന വരും കേട്ടോ. അത് താങ്ങാൻ പറ്റുന്ന വേദനയാണ് വരുന്നത്. എന്നാലും അതൊക്കെ വേദനയൊക്കെ ഒരു സൈഡിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഇന്ന് മകൾക്ക് എന്താ ഉണ്ടാക്കി കൊടുക്കുക, വൈകുന്നേരം കിടക്കുമ്പോൾ അതെന്താ ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെയാണ് എൻ്റെ ചിന്ത. പണ്ടും തന്നെ ഇങ്ങനെ ചിന്തിച്ചിട്ടും ഇങ്ങനെ പോവും. ഇപ്പൊ രാവിലെ ആട്ടിയിട്ടില്ല, അരിയൊന്നും വാങ്ങിച്ചില്ല. ഞങ്ങളുടെ അരിയൊക്കെ കഴിഞ്ഞു. ഇനി അരിയെല്ലാം പോയി വാങ്ങണം. എന്നോട് പറയണം. ഇഡ്ഡലി കിട്ടും, ഇഡ്ഡലി വാങ്ങണം. ഇഡ്ഡലി ഉണ്ടാക്കാൻ പിള്ളേർക്ക് ഇഡ്ഡലിക്ക് അരച്ചു വെച്ച ഒരു സന്തോഷമാണേ. പിള്ളേർക്കെന്ന് വെച്ചാൽ ഇഡ്ഡലി ദോശ ഇത് മാത്രമേ, ചോറ് വേണ്ട. ചോറെന്ന് കേൾക്കുമ്പോൾ അവർക്ക് അലർജിയാണ്, അവർക്ക് വേണ്ടവേ വേണ്ട. എന്താ അമ്മ കൂട്ടാൻ? ഞാൻ പറയും മീനുണ്ട്. പറയും മീനില് എന്താ ഇഡ്ഡലി കൊടുത്താൽ അത്രയും സന്തോഷം. ഇഡ്ഡലി ദോശ ചിലപ്പോൾ ഞാൻ റവ ഉപ്മാവ് ഉണ്ടാക്കി കൊടുക്കും. അതവർക്ക് ഇഷ്ടമാണ്. റവ ഉപ്മാവും മീൻകറിയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ ഒക്കെ ചെറുതിലെ അങ്ങനെയൊന്നും ഇല്ല. രാവിലെ ചോറ്, വൈകിട്ട് ചോറ്, കിടക്കുമ്പോൾ ചോറ്, രാത്രി അത്താഴം. ആ കാലഘട്ടമൊക്കെ മാറിയല്ലോ ഇപ്പോഴ്. ഇപ്പം എന്താ ന്യൂ ജനറേഷൻ എന്ന് പറയാം. മക്കൾക്ക് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും എന്താ പറയാ എന്ത് ത്യാഗം സഹിച്ച് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണോ. അവരെ മുഖത്തെ ചിരി കാണാൻ വേണ്ടിയിട്ട് അല്ലേ. അവരുടെ മുഖത്തെ ചിരി കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ സന്തോഷം. പണ്ടങ്ങനെയായിരുന്നോ? പണ്ടങ്ങനെയല്ല. പണ്ടെന്ന് പറഞ്ഞാല് കാട്ടിപ്പോയി പണിയെടുത്തോണ്ട് വന്ന് അപ്പോഴത്തേക്ക് വീട്ടിലുള്ള ഇതിൽ കൊണ്ടാക്കണം, അങ്ങനെയൊക്കെ. ഇപ്പോ തിരിച്ചായില്ല. കാട്ടിപ്പോയാലും നട്ടിപ്പോയാലും എവിടെ പോയാലും മകൾക്ക് ഭക്ഷണം ഫ്രണ്ടിലുണ്ടാവണം. അല്ലാതെ അവരെ മുഖം ഒന്ന് കറുത്തു കഴിഞ്ഞാൽ അയ്യോ എന്തൊരു സങ്കടമായിരിക്കും അച്ഛനും അമ്മയ്ക്കും. പണ്ടൊക്കെ എൻ്റെ അച്ഛന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അമ്മയ്ക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ മക്കൾക്ക് ഇങ്ങനെ ഇത് ഉണ്ടാക്കിക്കണം. ഞങ്ങളുടെ താല്പര്യം അമ്മ നോക്കുകയല്ലേ ഇല്ല. പിന്നെ പിറന്നാൾ വരുമ്പോൾ നോക്കൂ. അപ്പോൾ എൻ്റെ ആങ്ങളോട് ചോദിക്കും എന്താ വേണ്ടേന്ന്. അവൻ പറയും പായസം വേണമെന്ന് പറയും. എന്നോട് ചോദിക്കും മോക്ക് എന്താ മോളെ വേണ്ടേ. അപ്പൊ ഞാൻ പറയും മത്തൻ ഇട്ട എരിശ്ശേരി. അത് കർക്കിടക മാസത്തിലാണ് പിറന്നാൾ വരിക. അപ്പൊ മത്തങ്ങ എവിടെ കിട്ടും
അവിടെയും കുറവാണ്. എന്നാലും അവിടെ നിന്നെങ്കിലൊക്കെ പിടിച്ച് അതാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞ ആ ഒരു പിറന്നാൾ ആഘോഷം. വലുതായി കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും പിറന്നാളും ഇല്ല, ഒന്നുമില്ല. പിന്നെ മക്കളുടെ പിറന്നാൾ ആഘോഷിക്കുമായിരുന്നു. ഇങ്ങനെ ആയപ്പോ പിന്നെ അതും കുറവായിട്ടാ. എന്താ ചെയ്യാ, എല്ലാം ശരിയാകുമെന്ന് പ്രാർത്ഥനയില് അങ്ങനെ പോകുന്നു. എന്തായാലും നമ്മള് നമ്മുടേതായ പണികൾ ചെയ്തിട്ടേയിരിക്കും. അപ്പോൾ ചെറുള്ളി കേട്ടോ ഞാൻ എടുത്തത്, അതരിഞ്ഞു. പിന്നെ എന്താ പറയാ, വെളുത്തുള്ളി ഇങ്ങനെ എല്ലാം കുനുകുനാന്ന് തന്നെ അരിയാ. ഇങ്ങനെ കുനുകുനാന്ന് അരിയണം. പിന്നെ നിങ്ങളൊക്കെ വിശേഷം പറയൂ. എന്താ എന്റെ സൗണ്ട് അത് ഹാർഡായില്ലേ, ഭയങ്കര കട്ടി സൗണ്ട് വെക്കല്ലേ. എന്നാലും ഞാൻ പാവാട്ടോ, എന്റെ സൗണ്ട് കേട്ടിട്ട് അങ്ങനെ വിചാരിക്കൊന്നും വേണ്ട, ഞാൻ പാവാടാ. ഒരു പാവം ഒരു സരിതാമ്മ. വിഷമന് പോയി സരിതാമ്മേ എന്ന് വിളിച്ചു. അങ്ങനെ നമ്മള് എന്താ പറയാ, എല്ലാരും വീട്ടിലുണ്ടാക്കണത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഒരു പാട്ടപ്പെടാൻ അറിയത്തൊന്നുമില്ല, എന്നാലും ഈ സൗണ്ട് വെച്ചൊരു പാട്ട് പോലും മൂളാൻ പറ്റില്ലല്ലോ എന്നാണ്. ഭജനപ്പാട്ട് പോലും മൂടാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് ഇപ്പൊ. അമ്മ ഭജനപ്പാട്ട് പാടി, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭജനപ്പാട്ടൊക്കെ പാടും, നല്ല നല്ല പാട്ടൊക്കെ. അമ്മയ്ക്ക് ട്യൂണൊക്കെ ഉണ്ട്, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ ആങ്ങള പാടും, അവന് കിട്ടിയിട്ടില്ല. അച്ഛൻ പാടും. പിന്നെ അമ്മയുടെ അമ്മമ്മ പാടുമായിരുന്നു, അമ്മയുടെ അച്ഛൻ പാടും, അച്ഛൻ പാടും. പാട്ടൊക്കെ പാടുന്നല്ല, സിനിമാ ഗാനങ്ങളല്ല, ഭജനപ്പാട്ട് പാടും. ഉച്ചയും കഴിഞ്ഞ് അപ്പ ടക്കനെ വരുവായിരുന്നു. നമ്മൾ കുരുവനാന്നരിയാതെ നമ്മള് ഉലുവിട്ട് ഞാൻ അടുപ്പിലോട്ടാണ് ചട്ടി വെച്ചത്. ഇത് മെയിനായിട്ടുള്ള അടുപ്പില് ചോറ് വേവിക്കുക. അപ്പൊ അതിന്റെ ആദ്യം അങ്ങോട്ടും കൂടെ ചെല്ലും. അതോ അടുപ്പില് ചട്ടി വെച്ചിട്ട് ചൂടായി നോക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അടുപ്പില്
നോക്കാം, പറ്റുമോ എന്ന് നോക്കാം. ഉലുവിട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് കടുകും കൂടി ഇടാവേ. കടുകിട്ട് കുറച്ച് പുറത്ത് പോയ കുറച്ച് കറിവേപ്പില കുറച്ച് തരണേ. നമുക്ക് ചുരുളിടാവേ. ചെറിയ വെളുത്തുള്ളി, ഇഞ്ചി അരിയിടും, എല്ലാം ഇട്ടു പുറത്തോട്ടാണ് വീഴുന്നത്.
നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആദ്യം ഇടാവേ. കാരണം ആദ്യം ഇടാന്ന് പറഞ്ഞത് കുറച്ച് മൂക്കണം. അപ്പൊ ഇതിന്റെ പകുതി മൂപ്പ് മതി നമ്മുടെ മുളക് പൊടിക്ക്. ഈ വളം ഇഷ്ടപ്പെട്ടോ? ഇവിടെ അയ്യപ്പൻകോവിലുണ്ടായിരുന്നു, അയ്യപ്പക്ഷേത്ര ഉത്സവം ഉണ്ടായിരുന്നേ. അത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞേ, എന്താ മൂക്ക് വേണ്ട ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് പഴയ കാലത്തെ പോലെ കുറച്ച് വളകൾ വാങ്ങിച്ചു തരുമോ, ഒരു നൊസ്റ്റാൾജിയ പോലെ. അപ്പൊ എനിക്ക് വാങ്ങിച്ചിട്ട് വന്നാണേ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? പച്ചയാണ് ഹൈലൈറ്റ് അല്ലേ? സൂപ്പറായിട്ട് എടുത്ത് കാണിക്കുന്നു. ഇങ്ങനെ നമുക്ക് മുളക് പൊടി ഇതിപ്പോ 2 സ്പൂൺ ഇട്ടിട്ടുണ്ടേ മല്ലിപ്പൊടി. ഇപ്പൊ 4 സ്പൂൺ നമ്മള് കാശ്മീരി മുളക് പൊടിയില്ലേ, അത് കളർ നമുക്ക് ഇഷ്ടമുണ്ടാവും. അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ടേ. തക്കാളി നല്ലപോലെ ഒന്ന് വാടി. കുടംപുളിയും വെള്ളവും കൂടെ ഒഴിക്കുകയാണ്. ഒഴിക്കാം. ഈ പാകത്തിന് കുറച്ച് ഉപ്പിടാം. തിളക്കട്ടെ. വെച്ചിട്ട് ശേഷം വീമ്പിക്കിടാം. ഇല്ല, മീനൊക്കെ പറക്കിയിട്ട് തിളച്ചു വരുന്നു കേട്ടോ. തിളച്ചു വരും.
ഞാൻ പൊക്കോണ്ട് ഇത് ഇങ്ങോട്ടാക്കണം, ഇത് ഇങ്ങോട്ടാക്കണം. ചോറായിട്ടില്ല.